എല്ലാവർക്കും മല്ലൂടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫൂട്ടേജ്, ദാവീദ്, പൈങ്കിളി, ഗെറ്റ് ബേബി തുടങ്ങി ഒരുപാട് സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ഒരു വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് ഫൂട്ടേജ് സ്വന്തമാക്കിയത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. മഞ്ജു വാര്യരാണ് സിനിമയിലെ നായിക. ഈ സിനിമയുടെ OTT ആമസോൺ പ്രൈമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. ആമസോണ് തീയതി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കിൽ ഫൂട്ടേജ് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് ചെക്ക്മേറ്റ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് ചെക്ക്മേറ്റ് സ്വന്തമാക്കിയത്. അനൂപ് മേനോൻ ലാലാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ചെക്ക്മേറ്റ് സിനിമയുടെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈം തന്നെയാണ് ചെക്ക്മേറ്റിനെയും OTT വാങ്ങിച്ചിരിക്കുന്നത്. വിഷു ദിനത്തിൽ ചെക്ക്മേറ്റ് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാക്കുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയായിരുന്നു കപ്പ്. ഒരുപാട് താരനിര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മാത്യു തോമസ്, അനിക, ബേസിൽ, നമിത പ്രമോദ് ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഒരു റൊമാൻറ്റിക്കൽ സ്പോർട്സ് മൂവിയായിരുന്നു കപ്പ്. ഈ സിനിമയുടെ OTT ഇപ്പോൾ സൈനാപ്ലേ വാങ്ങിച്ചിരിക്കുകയാണ്. ഏപ്രിൽ മാസം ഫസ്റ്റ് വീക്കിൽ കപ്പ് എന്ന സിനിമ സൈനാപ്ലേയിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമ റിലീസായിട്ട് കുറേ കാലമായി. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല പ്രതികരണമാണ് കർണൻ, നെപ്പോളിയൻ, ഭഗത് സിംഗ് എന്ന സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതുവരെ OTT വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒടുവിൽ സൈനാപ്ലേ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഏപ്രിൽ മാസം പകുതിയോടുകൂടി സിനിമ സൈനാപ്ലേയിൽ റിലീസാകും. അടുത്തൊരു അപ്ഡേറ്റ് ബാഡ് ബോയ്സ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഈ സിനിമയുടെ OTT വിറ്റുപോയിട്ടുണ്ടായിരുന്നു. മനോരമ മാക്സ് കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ കഴിഞ്ഞ വീക്കിൽ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഒമർ ലലു ആണ് ബാഡ് ബോയ്സ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ ആഴ്ചയായിരിക്കും സിനിമയുടെ റിലീസ്. റഹ്മാൻ, സെന്തിൽ, പിഷാരടി, മുകേഷ് തുടങ്ങി ഒരുപാട് പേര് ബാഡ് ബോയ്സിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഫാമിലി കോമഡി മൂവിയായിരുന്നു ബാഡ് ബോയ്സ്. അടുത്തൊരു അപ്ഡേറ്റ് പ്രാവൻകൂട് ഷാപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയായിരുന്നു പ്രാവൻകൂട് ഷാപ്പ്. ഒരു കോമഡി ത്രില്ലർ സിനിമയായിരുന്നു പ്രാവൻകൂട്. സൗബിൻ ഷാഹിർ, ചെമ്പൻ വിനോദ്, ബേസിൽ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ത്രില്ലർ ബേസിൽ അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ സിനിമ തന്നെയാണ് പ്രാവൻകൂട്. സോണി ലിവാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. പ്രാവൻകൂട് സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് തീയതി ഏപ്രിൽ മാസം 11-നാണ്. സോണി ലീവിലാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ട സിനിമയാണ് ഡൊമിനിക്. നല്ല അഭിപ്രായം സിനിമ നേടിയെങ്കിലും പെട്ടെന്ന് തന്നെ വാഷ് ഔട്ടായി. ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണ് ഡൊമിനിക്. ഗൗതം വാസുദേവാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. മമ്മൂട്ടി, ഗോകുൽ സുരേഷാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമയുടെ OTT ആമസോൺ പ്രൈം വാങ്ങുമെന്ന റിപ്പോർട്ടാണ് നേരത്തെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഡൊമിനിക് സിനിമ സോണി ലീവിൽ വരാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. വിഷു ദിനത്തിലായിരിക്കും ഡൊമിനിക് OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഒരുപാട് പേര് ഹണ്ട് സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. സിനിമയുടെ OTT ഇതുവരെ വിറ്റുപോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ വീക്കിലാണ് മനോരമ മാക്സ് ഹണ്ട് സിനിമ വാങ്ങിയത്. വിഷു സ്പെഷ്യലായിട്ടാണ് ഹണ്ട് സിനിമ റിലീസിനെത്തുന്നത്. ഭാവനയാണ് ഹണ്ട് സിനിമയിലെ നായിക. ഹണ്ട് ഒരു മിസ്റ്ററി ത്രില്ലർ സിനിമയാണ്. ഒരുപക്ഷെ ഏപ്രിൽ മാസം 8-ന് ശേഷമായിരിക്കും ഹണ്ട് സിനിമ OTT റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് പൈങ്കിളി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു റൊമാൻറ്റിക്കൽ മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് എവറേജ് അഭിപ്രായമാണ് പൈങ്കിളി സ്വന്തമാക്കിയത്. സജിൻ ഗോപു, അനുശ്രീയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. അത്യാവശ്യം കോമഡിയും സിനിമയിലുണ്ട്. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈം പൈങ്കിളി സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമയുടെ റിലീസ് തീയതി വ്യക്തമല്ല. ഏപ്രിൽ മാസം ആദ്യ വാരമായിട്ടായിരിക്കും പൈങ്കിളി സിനിമയുടെ OTT റിലീസ് വരുന്നത്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ഏപ്രിൽ 4-നായിരിക്കും പൈങ്കിളി റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ദാവീദ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ആക്ഷൻ മൂവിയാണ്. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസാണ് ദാവീദ് സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ആന്റണി വർഗീസാണ് സിനിമയിലെ നായകൻ. ഇപ്പോൾ ഒടുവിൽ ആമസോൺ പ്രൈമാണ് ദാവീദ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമയുടെ റിലീസ് തീയതി വ്യക്തമല്ല. ഏപ്രിൽ മാസം 5-ന് മുന്നേ ദാവീദ് സിനിമ സർപ്രൈസ് ആയിട്ട് ആമസോൺ പ്രൈമിൽ റിലീസാകുമെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ബേബി സ്വന്തമാക്കിയത്. മാർക്കോ സിനിമയ്ക്ക് ശേഷം ഉണ്ണിമുകുന്ദന്റെ അടുത്ത സിനിമയായിരുന്നു ഗെറ്റ് ബേബി. ഇതൊരു ഫാമിലി കോമഡി മൂവിയായിരുന്നു. നിഖില വിമൽ, ഉണ്ണിമുകുന്ദൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. മനോരമ മാക്സ്, ആമസോൺ പ്രൈം ഈ രണ്ട് OTT പ്ലാറ്റ്ഫോമാണ് ഗെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്.
ഏപ്രിൽ മാസം സെക്കൻഡ് വീക്കിലായിരിക്കും ഈ സിനിമയുടെ OTT റിലീസ്. ഈ മാസം ഇനിയും ഒരുപാട് സിനിമകൾ OTTയിൽ വരാനുണ്ട്. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTTക്ക് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.